ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ, കടല, ഉലത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് കടലയും കപ്പയും ഉലത്ത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കിലോ കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് കുക്ക് ചെയ്യാം. കടല നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കപ്പ നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. കപ്പ നമുക്ക് ലേശം വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി കുരുകുരുന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 2 തണ്ട് വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ കപ്പയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ വീഡിയോയുടെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ. അവസാനം വരെ കാത്തു നിൽക്കണ്ട, ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ വേവിച്ച് വെച്ചതിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കപ്പയും കടലയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിനോടൊപ്പം നമുക്കൊരു കട്ടൻ ചായയും കൂടി തിളപ്പിച്ച് കുടിച്ച് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പാചക ഐഡിയാസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.